ഗണഗീതം ആലപിക്കണമെന്ന് BMS കത്ത് നൽകിയ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കി. തിരുവനന്തപുരം പോസ്റ്റൽ സർക്കിൾ ഓഫീസിലെ ക്രിസ്മസ് ആഘോഷമാണ് റദ്ദാക്കിയത്. പരിപാടി റദ്ദാക്കിയതായി ജീവനക്കാർക്ക് ഇമെയിൽ ലഭിച്ചു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഗണഗീതം ആലപിക്കണമെന്ന നിർദ്ദേശം അത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. അതിന് പിന്നാലെയാണോ ഇപ്പോൾ ആഘോഷം തന്നെ റദ്ദാക്കിയത്? ദിവ്യ, നാളെയായിരുന്നു തിരുവനന്തപുരം പോസ്റ്റൽ ഡിവിഷനിലെ ഈ ക്രിസ്മസ് ആഘോഷം നടക്കേണ്ടിയിരുന്നത്. അതിലാണ് ഗണഗീതം ആലപിക്കണം എന്ന ആവശ്യം BMS ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് BMS നൽകുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവർക്കാണ് കത്ത് നൽകിയത്. ഈ ഗണഗീതം അത് ക്രിസ്മസ് കരോളിനൊപ്പം ആലപിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു BMSന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇടത് കോൺഗ്രസ് സംഘടനകൾ തന്നെ ഉയർത്തുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ പരിപാടി റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഈ തിരുവനന്തപുരം ഡിവിഷൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കത്ത് ഇമെയിലായി എല്ലാ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഉയർത്തുകയും ഒപ്പം തന്നെ ജ്യോതിരാജ് സിന്ധ്യയ്ക്ക് ഇക്കാര്യത്തിൽ കത്ത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ജോൺ ബ്രിട്ടാസ്. അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായതിനെ തുടർന്നാണ് ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷം തന്നെ റദ്ദാക്കിയുള്ള വിചിത്രമായ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. വിചിത്രമായ തീരുമാനം, വിചിത്രമായ ഒരു കത്തായിരുന്നു BMS ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്തത്. വന്ദേ ഭാരതിൽ അന്ന് കുട്ടികൾ ആലപിച്ച അതിന് സമാനമായ ഗണഗീതം ആലപിക്കണം എന്നുള്ളതായിരുന്നു, ക്രിസ്മസ് കരോളിലും ആലപിക്കണം എന്നുള്ളതായിരുന്നു BMSന്റെ ആവശ്യം. ഈ ആവശ്യമാണ് വിവാദമായത്. അതിനെ തുടർന്നാണ് നാളെ നടക്കാനുള്ള ക്രിസ്മസ് ആഘോഷ പരിപാടി തന്നെ മാറ്റിവെച്ചുള്ള ഉത്തരവ് ഇപ്പോൾ ജീവനക്കാർക്ക് നൽകിയിരിക്കുന്നത്.